വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. LDC എക്സാംസിന് കമ്പ്യൂട്ടറിന്റെ ആ ഒരു ഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രി, ആൽഫ ന്യൂമറിക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും അല്ലേ. സോ വേരിയബിളും അതുപോലെ തന്നെ വാല്യൂസ് രണ്ടും ഉണ്ടാവും. ഇപ്പോൾ 0 to 9 വരയ്ക്കുള്ള നമ്പറും A to F വരയ്ക്കുള്ള ആൽഫബറ്റ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് ഡേറ്റാസ് എന്നൊക്കെ പറയാറ്. സോ അങ്ങനെയുള്ള ഡേറ്റാസ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്, ഓപ്ഷൻ സി കീബോർഡ് ആൻഡ് ഓപ്ഷൻ ഡി ലൈറ്റ് പെൻ. ഇവിടെ നമുക്ക് 4 എന്താ പറയുക ഓപ്ഷനും കൂടി ഇവർ തന്നിട്ടുണ്ട്. സോ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡേറ്റ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് വേരിയബിൾസ് ആൻഡ് നമ്പേഴ്സ്. ലെറ്റേഴ്സും നമ്പേഴ്സും അല്ലെങ്കിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്ന ഡേറ്റേനെയാണ് നമ്മൾ എന്ത് പറയുക, ആൽഫ ന്യൂമറിക് ഡേറ്റ എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗസ് ആണോ എന്ന് ചോദിച്ചാൽ മൗസ് അല്ല, കാരണം മൗസിൽ നിന്ന് നമുക്ക് ഒരിക്കലും ആൽഫബറ്റ്സും അതുപോലെ നമ്പേഴ്സും ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ജോയ്സ്റ്റിക് ആണോ? ഇല്ല, ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ജസ്റ്റ് കേഴ്സർ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് പെൻ, ഇൻ ഓർഡർ ടു ഫോക്കസ് സം സർട്ടൈൻ തിങ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് പെൻസും ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? കീബോർഡ്, ദാറ്റ് യു മാനുവലി ടൈപ്പ്. ഈ പറയുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റാസ് നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? കീബോർഡ് ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആൽഫ ന്യൂമറിക് വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡ് ആണ്. സോ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, താഴെ പറയുന്നവയിൽ താൽക്കാലികമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് താൽക്കാലികം എന്ന് പറയുന്നത് ടെമ്പററി ആണ് അല്ലെ. സോ ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി PROM ആൻഡ് ഓപ്ഷൻ ഡി ഈസ് EEPROM. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഏതാണ് നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി ആണ് എന്ത് നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. കാരണം ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. വേർ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താവും, അവിടെ ആ മെമ്മറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താവും, ലോസ് ആവും. നമുക്ക് ഒരിക്കലും ബാക്കപ്പ് ചെയ്യാനോ റിട്രീവ് ചെയ്തെടുക്കാനോ പറ്റുന്ന മെമ്മറി അല്ല റാൻഡം ആക്സസ് മെമ്മറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ സ്റ്റോറിങ് ഇവിടെ എന്തായിരിക്കും, ടെമ്പററി ആയിട്ടായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ആ മെമ്മറിയിലുള്ള സാധനങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറേസ് ആയിട്ട് പോയിട്ടുണ്ടാവും. ആൻഡ് ദെൻ യു കാൻറ്റ് ബാക്കപ്പ് എനിത്തിങ് ഫ്രം ദാറ്റ് മെമ്മറി. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് റാം ആണ്, റാൻഡം ആക്സസ് മെമ്മറി. ഇനി റോം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള മെമ്മറി തന്നെയാണ്. റാമും റോമും പ്രൈമറി മെമ്മറി ആണെന്നുള്ളത് നമുക്കറിയാം. സോ റാം എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജിനും റോം എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി ആണ്. റീഡ് ഓൺലി മെമ്മറിയുടെ ബാക്കി 2 ടൈപ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, PROM അതുപോലെ EEPROM എന്ന് പറയുന്നതും. പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നമുക്കറിയാം റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനകത്ത് വേർ യു ക്യാൻ റീഡ് ഓൺലി, നമുക്ക് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. സോ അങ്ങനെ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കാറ്റഗറി വേണം. അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് EEPROM, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് എന്ത് ഈ പറയുന്നത് EEPROM എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി ആണ് എന്ത് നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത്. സോ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ ഈ ഒരു OS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏത് ടൈപ്പിൽ പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസർ ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇത് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. ദാറ്റ് ഈസ് ടു ട്രാൻസ്ലേറ്റ് ദി സോഴ്സ് കോഡ് ഫ്രം കമ്പ്യൂട്ടർ ലാംഗ്വേജ് ടു അനദർ. കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നിന്നും either to the machine language അല്ലെങ്കിൽ യൂസർ റീഡബിൾ ലാംഗ്വേജിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് പ്രോസസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേണമെങ്കിൽ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്ന ടൈപ്പിലേക്ക് പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വൺ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു നീഡിനെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറയണത് അല്ലേ? സോ എന്നാൽ ചിലപ്പോൾ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് തികച്ചും പേഴ്സണൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എനി കൈൻഡ് എഡ്യൂക്കേഷണൽ പരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു പേഴ്സൺ സ്പെസിഫിക്കലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് വന്നാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. എന്താണ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്? അതായത് സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് മാനേജ് ചെയ്യാനും അതിനെ പ്രോഗ്രാം ചെയ്യാനും കമ്പ്യൂട്ടറിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോട് അനുസരിച്ച് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് വന്നാണ് ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഈ പറയുന്ന ഹാർഡ്വെയർ കമ്പോണൻസിനെയും അപ്ലിക്കേഷൻസിനെയും അതിനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള റിസോഴ്സസ് ദാറ്റ് ഇൻക്ലൂഡ്സ് മെമ്മറീസ് ആവാം, പ്രോസസ്സേഴ്സ് ആവാം, ഇതിനെ എല്ലാം തന്നെ ടുഗെദർ പിടിച്ച് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഏതായിരിക്കും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് തോന്നുന്നത്? ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയർ ഡിവൈസസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിവൈസസും കമ്പൈൻ ചെയ്ത് കമ്പ്യൂട്ടറിനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ യൂസർക്ക് എഫിഷ്യന്റ് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെലിഫോൺ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി കേബിൾ TV നെറ്റ്വർക്ക്, ഓപ്ഷൻ സി റെയിൽവേ നെറ്റ്വർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഇന്റർനെറ്റ്. ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെലിഫോൺ നെറ്റ്വർക്ക് ആണോ? അല്ല. അതായത് ടെലിഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലിഫോൺ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുക. അതാണോ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ല. ഇനി അടുത്തത് കേബിൾ TV നെറ്റ്വർക്ക്. നോ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയിൽവേ നെറ്റ്വർക്ക്. റെയിൽവേ നെറ്റ്വർക്ക് ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്? അല്ല. ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ആണ് എന്റെ ലോകത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ഈ ഇന്റർനെറ്റിന്റെ കാറ്റഗറീസ് ആണ് ഈ മൂന്നെണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഈ ഒരു ഇന്റർനെറ്റ് കൊണ്ട് നമുക്ക് ടെലിഫോൺ നെറ്റ്വർക്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, കേബിൾ TV നെറ്റ്വർക്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, റെയിൽവേ നെറ്റ്വർക്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ ലോകത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഇന്റർനെറ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഇനി
താഴെ പറയുന്നതിൽ URL ന്റെ പൂർണ്ണ രൂപം എഴുതുക. URL എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു IP അഡ്രസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ഇരിക്കുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? URL എന്ന് പറയുന്നത് അല്ലേ? സോ അതായത് ഒരു പെർട്ടിക്കുലർലി യുണീക്ക് ആയിട്ട് ആ ഒരു സംഭവം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? URL നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ, ഓപ്ഷൻ B യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഓപ്ഷൻ C യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, ഓപ്ഷൻ D യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു യുണീക്ക് ആയിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. സോ IP അഡ്രസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ IP അഡ്രസ്സിനോട് ചേർന്ന് നടക്കുന്ന ഡൊമൈൻ നെയിം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് യുണീക്ക് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? URL ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് എന്ത്? URL എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണെന്നാണ്. സോ പ്രൊസസ്സർ ഇൻ സെൻസ് ഇവിടെ CPU നെയാണ് നമ്മൾ പ്രൊസസ്സർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്രൈമറി മെമ്മറി ആയിരിക്കും അല്ലെ? നമുക്കറിയാം പ്രൊസസ്സറിനോട് ചേർന്ന് നടക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി മെമ്മറി ആയിരിക്കും. ഓപ്ഷൻ A ക്യാഷ് മെമ്മറി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്യാഷ് മെമ്മറി അല്ല എന്നുള്ളത് അല്ലെ? സോ ക്യാഷ് മെമ്മറി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓപ്ഷൻ B റാം. റാമിന് അവിടെ ചാൻസ് ഉണ്ട്, കാരണം റാം ഇസ് എ പാർട്ട് ഓഫ് ദി പ്രൈമറി മെമ്മറി. അതുകൊണ്ട് തന്നെ എന്താണ്? അത് പ്രൊസസ്സറിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നായിരിക്കും. നെക്സ്റ്റ് വൺ DVD. DVD എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? അത് ഇരിക്കുന്നത് സെക്കൻഡറി മെമ്മറി ആയിട്ടായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. സോ DVD എന്നൊരു ഓപ്ഷനും അല്ല. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മെമ്മറി ഹൈറാർക്കിയുടെ 4th ലെവലിൽ കിടക്കുന്നതാണ് എന്ത്? ഹാർഡ് ഡിസ്ക്. അപ്പൊ അത് പ്രൊസസ്സറിനോട് ചേർന്നിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ നമുക്ക് ഇവിടെ ഏതാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന മെമ്മറി എന്ന് പറയുന്നത്? റാം ആണ് കേട്ടോ. റാം ആണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം 2002 IT മന്ത്രാലയം ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്ത്? വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചലഞ്ച്. ആ ഒരു ചലഞ്ചിന്റെ വിന്നർ അല്ലെങ്കിൽ വിജയി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ടെക്ജെൻസിയ, then ടെക് മഹീന്ദ്ര, നെക്സ്റ്റ് വൺ IBS ആൻഡ് ലാസ്റ്റ് വൺ ഇസ് Zoom. ഇതിൽ ഏതാണ് വിജയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ടെക്ജെൻസിയ ആയിരുന്നു ഈ വിജയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് IT മന്ത്രാലയത്തിന്റെ ആ ഒരു 2020 നടത്തിയിരുന്ന ഇന്ത്യൻ ഇനീഷ്യേറ്റീവ്, ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവില് വെബ് കോൺഫറൻസിംഗ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് ഡെവലപ്മെന്റ് സൊല്യൂഷൻ ചലഞ്ചിന്റെ വിജയി എന്ന് പറയുന്നത് ടെക്ജെൻസിയ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് CDAC വികസിപ്പിച്ചെടുത്തിട്ടുള്ള GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഉബുണ്ടു, ബോസ്, എഡ്യൂബണ്ടു, ഫെഡോറ. ഇതിൽ ഏതാണ് ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് CDAC, അതായത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CDAC എന്ന് പറയുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള GNU സോഫ്റ്റ്വെയർ ലിനക്സ് സോഫ്റ്റ്വെയറിന്റെ പേര് ബോസ് എന്നാണ്. ഓക്കെ, ബോസ് അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ് ഇന്ത്യയുടെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് CDAC, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലിനക്സ് സോഫ്റ്റ്വെയർ ബോസ് ആണ്. അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്, ഭാരത്
ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ് ഈ പറയുന്നതിന്റെ ആൻസർ അഥവാ ബോസ് ആണ് ഇതിന്റെ ആൻസർ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. താങ്ക് യു.